കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്റെ മോർണിംഗ് വ്യൂ ആദ്യം ഇത് തന്നെയായിരിക്കും. കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു പാത്രം. ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ജേർണിയിലാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കം എപ്പോഴും ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് ആയിരിക്കും. ബിക്കോസ് എനിക്ക് കോഫി ടീ ഒന്നും നിർബന്ധമുള്ള ആളല്ല. ടീ കോഫി ഞാൻ കുടിക്കാറേ ഇല്ല. ഇത് കാരണമൊന്നുമില്ല, ഇങ്ങനെ ഡയറ്റിംഗ് വെച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇപ്പൊ ഏതെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഡിറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്കോ അല്ലെങ്കിൽ ബേസിക് ബെയർ ഫ്രൂട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ എന്റെ മോൾക്ക് ഓറഞ്ച് ജ്യൂസ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ബിക്കോസ് അവള് വേറെ ഒരു ഫ്രൂട്ട്സും കഴിക്കില്ല. ഇങ്ങനത്തെ വല്ല നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഓറഞ്ച് ജ്യൂസ് മാത്രം കുടിക്കും. അതും ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ കുടിക്കുള്ളൂ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഞാൻ എടുത്തത് ഒരു പഴവും പിന്നെ ഒരു മുട്ടയാണ്. പിന്നെ മോൾക്കായിട്ട് ഞാൻ പാൻകേക്ക് ആണ് എടുക്കുന്നത്. അപ്പൊ പാൻകേക്ക് സ്പെസിഫിക്കലി റെസിപ്പി മെൻഷൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ ഒരു 2-3 ഷോർട്സ് മുമ്പ് ഞാൻ ഇട്ടപ്പം ഇങ്ങനെ പാൻകേക്കിന്റെ റെസിപ്പി 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ പിള്ളേർക്ക് ടിഫിനിൽ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലാക്കി കൊടുക്കാം. വെരി ബേസിക് പാൻകേക്ക് റെസിപ്പിയാണ്. ഇത് ഹെൽത്തിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ മോള് മുട്ട കഴിക്കാത്തതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൽ മുട്ട പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പാത്രത്തിലെ മുട്ട, പാല്, പഞ്ചസാര, വാനില എസൻസ് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആക്കിയാൽ മതി. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ കുറച്ച് കൊക്കോ പൗഡറും പിന്നെ മൈദമാവിന്റെ അളവ് കുറച്ചിട്ട് കൊക്കോ പൗഡറിന്റെ അളവ് കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ഞാനിപ്പം യൂഷ്വലി മൈദമാവാണ് ആൾക്കാർ എടുക്കുക, പക്ഷെ ഞാൻ എടുത്തത് ആട്ടയുടെ മാവാണ്. ദാറ്റ് കമ്പാരിറ്റീവ്ലി ഹെൽത്തിയർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഹെൽത്തിയർ വേർഷൻ ഓഫ് പാൻകേക്ക് വേണമെങ്കിൽ മൈദയോ ആട്ടയോ അല്ലാതെ ഓട്സ് പൗഡറിലും പിന്നെ വന്നിട്ട് കൊക്കോ പൗഡറിലും ആക്കാം. നട്ട്സ് പൗഡറും മധുരത്തിന് നമുക്ക് ഷുഗറിന് പകരം നമുക്ക് ഡേറ്റ്സ് പൗഡർ ഇട്ട് കൊടുക്കാം. അതാണ് ഹെൽത്തിയർ വേർഷൻ. ഇൻഷാല്ല ഞാൻ ചെയ്യാം. എൻ്റെ ഇപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ ഇന്നത്തെ ലഞ്ച് മെനുവില് ഒരു ചില്ലി ഗാർലിക് ദാല്, ചോറ്, പിന്നെ വന്നിട്ട് ഫിഷ് ഫ്രൈയും പിന്നെ ഒരു തോരനും. ഞാൻ സ്പെസിഫിക്കലി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫിഷ് ഫ്രൈന്റെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് വരുന്നതാണ്. ബൈ ദ വേ, ഇഫ് യു വാച്ചിങ് മീ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം, ഐ ഫ്രം ലക്ഷദ്വീപ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന മീനാണത്. അപ്പൊ അവിടുത്തെ ഒരു ഫിഷ് കട്ട് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പം ഞാനത് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചവർക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് ഇങ്ങനെ ഒരു ക്ലിങ് റാപ്പിലാണ്. അതായത് ക്ലിങ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് അതിന്റെ മുള്ളൊക്കെ എല്ലാം കളഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം അതിന്റെ ഒരു സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് കൊടുക്കുക. മേക്ക് ഷുവർ നിങ്ങൾ ഫിഷ് കട്ട് ചെയ്യുമ്പോൾ അധികം ഐസ് പോവാതെ കട്ട് ചെയ്യുക, അത് എളുപ്പമായിരിക്കും. അപ്പം സ്കിൻ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഇവിടെ കറിയിലേക്ക് കട്ട് ചെയ്യുന്ന മാതിരി ആദ്യം കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 4-5 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിപ്പം ലെങ്ത് ഇതിനുണ്ട് നല്ലോണം. അപ്പൊ കുറച്ചുകൂടി ലെങ്ത് കുറച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറി പീസ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോ ഞാൻ ഫ്രൈയിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് യു നീഡ് ടു സ്ലൈസ് ദിസ്. ഈ ഒരു പീസ് ഇങ്ങനെ റെക്ടാംഗിൾ ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ ഫിഷിന്റെ കട്ട് ചെയ്യുന്ന രീതിയും അതിന്റെ ടേസ്റ്റും ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. നമ്മൾ കട്ട് ചെയ്യുന്ന രീതി ബീഫിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ വേവിന് ഡിപ്പെൻഡ് ചെയ്യും. ഫിഷിന്റെ വേവിന് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസം വരും കേട്ടോ. അപ്പൊ തിൻ സ്ലൈസ് ചെയ്യുമ്പോൾ മീനിന്റെ ഉള്ളിലെ മസാല നല്ലോണം കയറും. അപ്പൊ ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ യു കട്ട് ഫിഷ് ഇൻ ലക്ഷദ്വീപ്. പിന്നെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഫിഷിന്റെ റെസിപ്പി ഉണ്ടല്ലോ, അത് എന്റെ സ്റ്റൈലാണ്. ബൈ ദ വേ, നാട്ടിൽ നിന്നുള്ളവര് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല ഫിഷ് കട്ട് ചെയ്യുന്നതെന്ന് പറയരുത്. എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നും അവിടെ എല്ലാ വീട്ടുകളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ റെസിപ്പി ഇറ്റ്സ് മൈ റെസിപ്പി. അവിടുത്തെ ഫിഷ് ഫ്രൈന്റെ രീതി വേറെയാണ്. അപ്പോൾ പിന്നെ ഇന്ന് ലഞ്ചിന് വരുന്നത് ദാല്. ഞാൻ പറഞ്ഞു, ചോറ് ഓൾറെഡി ദാലും ചോറും വേവിക്കാൻ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ചോറ് വേവാനുള്ള സമയത്തും ദാല് വേവാനുള്ള സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. എനിക്കിവിടെ 2 സ്റ്റവാ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനിങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് വർക്ക് കഴിയും കേട്ടോ. അപ്പൊ എന്റെ 2-3 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ വീഡിയോസിൽ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ റെസിപ്പിയും പറയാറില്ല, പക്ഷെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതാണ് കൂടുതലും മെൻഷൻ ചെയ്യുന്നത്. റീസൺ ബിഹൈൻഡ് ഇറ്റ് ഈസ് ഞാൻ എന്റെ വീഡിയോസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എനിക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണുമ്പോൾ എനിക്കത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, നാളെ എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരല്ലേ, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്
ഹെൽപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഇൻപുട്ട് കിട്ടും എന്തുണ്ടാക്കണമെന്ന്. അപ്പൊ യൂഷ്വലി ഞാൻ എന്റെ ഫിഷ് ഫ്രൈ ആയിക്കോട്ടെ, എന്റെ നോൺ വെജ് 1 വീക്കത്തേക്കുള്ള, സ്പെഷ്യലി ഡിന്നറിന് ഞാൻ നോൺ വെജ് കൂടുതൽ വെക്കാം, നോൺ വെജും ഇല്ലെങ്കിൽ ഇപ്പൊ ഫിഷ് ഫ്രൈ ആയിക്കോട്ടെ, എല്ലാം ഞാൻ 1 വീക്കത്തേക്കുള്ളത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജില് സിപ്പ് ലോക്ക് വെച്ചിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. അതാകുമ്പം എനിക്ക് ആ ഒരു അത്ര ടൈം പോകത്തില്ല, ഈ നോൺ വെജ് ക്ലീൻ ചെയ്യാനും മാരിനേറ്റ് ചെയ്യാനുള്ള ടൈം, പിന്നെ ടേസ്റ്റും കൂടും. അപ്പം ഇന്ന് ഞാൻ ഈ ഫിഷിന്റെ ഒരു രീതി നിങ്ങൾക്ക് കട്ടിങ് കാണിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ പൊതുവെ ഞാൻ ഇങ്ങനെയല്ല ചെയ്യുക. അപ്പം എന്റെ തോരനും ഫിഷ് ഫ്രൈയും ഉള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി ചോറൊക്കെ വെന്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനില് എണ്ണ ഒഴിച്ചിട്ട് അതിന് മുകളിൽ ചെറിയ ഉള്ളി, ഉലുവ, കരിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇട്ട് കൊടുക്കുക. ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സാധാരണ മാരിനേഷൻ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി. ഞാൻ മാക്സിമം ലെസ് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ദാൽ ഉണ്ടാക്കുന്ന രീതി, ദാൽ ഉണ്ടാക്കുമ്പം ഗീൽ ആദ്യം ഗാർലിക്കും ചില്ലിയും, റെഡ് ചില്ലിയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ദാൽ ഓൾറെഡി നമ്മൾ വേവിച്ചാണല്ലോ. എന്നിട്ട് ഇത് മാതിരിതാ നല്ല പേസ്റ്റ് പരുവത്തിലാക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. പക്ഷെ എനിക്ക് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഞാൻ അത്ര പേസ്റ്റ് ആക്കിയില്ല. പക്ഷെ മിക്സി ജാറിൽ ഇറക്കിയെങ്കിൽ അത് കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടി വരും, ഇത്ര ക്വാണ്ടിറ്റി അത്ര ഒന്നും അറിയൂല. പിന്നെ ബേസിക് ഹോൾ സ്പൈസസ് ഗീല് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇതിന് മുകളിൽ ദാൽ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാല് ഈ ഹോൾ സ്പൈസസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സവോളയും തക്കാളിയും ആക്കി വെക്കാം. പക്ഷെ ഞാനത് മറന്നുപോയതാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പാനില് സവോള തക്കാളി എടുക്കുന്നുണ്ട്, സൈഡിൽ ഫിഷും ഫ്രൈ ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ വ്ലോഗ് നൈറ്റത്തെ എന്റെ റെസിപ്പിയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഒരു സാഹചര്യം കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എനിക്ക് വ്ലോഗ് നിർത്തേണ്ടി വരുമ്പോ. അപ്പം എന്റെ ദാലും റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് ഒരു സാലഡാണ് ഞാൻ ആക്കിയത്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വ്ലോഗ്സ് ആയിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.